അപ്പോൾ ഇന്ന് ഞാനും ചേച്ചിയും അനിയത്തിയും ഞങ്ങൾ ചെറിയൊരു പർച്ചേസിനൊക്കെ പോയിട്ട് വന്നു കേട്ടോ. വേറെ ഒന്നിനുമല്ല, നമ്മുടെ ചേച്ചിക്ക് ഡെലിവറിക്ക് പോകാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനാണ് കേട്ടോ. അപ്പം 8-ാം തീയതിയാണ് അഡ്മിറ്റ് ആവേണ്ടുന്നത്. SITയിലാണ് കേട്ടോ, തിരുവനന്തപുരത്ത്. അപ്പോൾ 9-ാം തീയതി ആയിരിക്കും സിസേറിയൻ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതപ്പം 8-ാം തീയതി അഡ്മിറ്റ് ആകുമ്പോഴത്തേക്ക് പറയും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തോനെയൊന്നും മേടിച്ചില്ല. കുറച്ച് പുതപ്പ്, ബെഡ്ഷീറ്റ്, തോർത്ത്, നൈറ്റി, കൈലി അങ്ങനത്തുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാൻ പോയതാണ് കേട്ടോ. അപ്പം അതൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് ഇനി നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി, ഡെറ്റോളൊക്കെ ഒഴിച്ചൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനുള്ള സമയം വേണമല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് നോക്കുകയാണ് കേട്ടോ. സ്റ്റിക്കറൊക്കെ വലിച്ച് അതിൽ നിന്ന് മാറ്റിയിട്ടൊക്കെ കഴുകാനായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുഞ്ഞിന് നമ്മളിപ്പോഴും ഒന്നും മേടിക്കത്തില്ല കേട്ടോ. നേരത്തെ അങ്ങനെ തന്നെയാണ്, കുഞ്ഞിന് നമ്മളങ്ങനെ നേരത്തെ ഒന്നും മേടിച്ച് വെക്കാറില്ല. അത് കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ മേടിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ നമ്മുടെ വീട്ടിലോട്ട് ഒരു വാവ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും, അനിയത്തിയും ഞാനും എല്ലാവരും ഭയങ്കര ഒരു സന്തോഷത്തിലാണ് വാവയെ കാണാനുള്ള. അതിന് ഞങ്ങൾ 3 പേരും കൂടെയൊക്കെ പോയി പർച്ചേസൊക്കെ ചെയ്തിങ്ങനെ വാവ വരുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ എപ്പോഴും അതൊക്കെ തന്നെയാണ് ചർച്ചകൾ. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, നമ്മൾ സാധാരണക്കാർക്ക് ഇത്രയൊക്കെ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഞാൻ തന്നെ കുറച്ച് ലൊട്ടുക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ചേച്ചിയുടെ മോൾക്ക് കുറച്ച് ക്ലിപ്പുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ചെരുപ്പ്, അതൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് അമ്മയും അനിയത്തിയും ആയിരിക്കും കേട്ടോ.